എന്താ പറ്റി? അവൾക്ക് വയറിളക്കാണ് 2 ദിവസമായിട്ട്, ഛർദ്ദിക്കുകയും ചെയ്തു. എന്താ കഴിച്ചായിരുന്നോ? പൊറാട്ടയും ബീഫും പുറത്തുനിന്ന് വാങ്ങി കഴിച്ചിരുന്നു. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ല. പേരെന്താ? ഫാത്തിമ. എത്ര വയസ്സായി? 13. എന്താ കൊടുത്തായിരുന്നോ വീട്ടിൽ നിന്നിട്ട്? വീട്ടിൽ നിന്ന് ചൂടുവെള്ളം കൊടുത്തു, പക്ഷെ അവൾ അങ്ങനെ കുടിക്കുന്നില്ല. കുറച്ച് കുടിച്ചോളൂ. കുടിക്കാൻ ആയിരുന്നില്ല. നന്നായി വേദനിക്കുന്നുണ്ടോ? പനി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇന്നലെ രാത്രി ചെറുതായിട്ട് പനിച്ചിരുന്നു. നന്നായി വെള്ളമായിട്ടാണോ പോകുന്നത്? അത്യാവശ്യം വെള്ളം പോലെ പോകുന്നത്. ഇപ്പോൾ കുട്ടിക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിർജ്ജലീകരണം. ഈ ഡയറിയ ഉണ്ട്, വയറിളക്കം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതും ഛർദിയും കാരണം കുട്ടീൻ്റെ ശരീരത്തിൽ നിന്ന് വെള്ളവും ഉപ്പും പോയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒക്കെ വെള്ളം ഇപ്പം കുടിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൂയിഡ് ഇടാം. സീരിയസ് ആണോ ഡോക്ടർ? ഇപ്പം കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് സീരിയസ് അല്ല, പക്ഷേ നേരത്തെ കാണിച്ചില്ലെങ്കിൽ ഡേഞ്ചർ ആവുന്ന ഒരു കണ്ടീഷനാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫ്ലൂയിഡ് ഇടാം. കുട്ടിക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്ന സമയത്ത് നമുക്ക് ORS കൊടുക്കാം. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് ഈ ORS എന്ന് പറഞ്ഞാൽ. അത് ഈ പുറത്ത് പാക്കറ്റുകളൊക്കെ അവൈലബിൾ ആണ്. സിസ്റ്റർ, ഇവർക്ക് ഫ്ലൂയിഡ് കൊടുക്കാം. വരും, നമുക്ക് അങ്ങോട്ട് കിടക്കാം. പുറത്തുനിന്ന് എന്താ കഴിച്ചിരുന്നോ? പൊറാട്ടയും ബീഫും കഴിച്ചു. ഫ്ലൂയിഡ് ഇട്ട് കിട്ടോ? ക്ഷീണമൊക്കെ ഇപ്പം മാറിയേ? ORSന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതൊന്നും പറഞ്ഞു തരുമോ? ORS എന്ന് പറഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. അതായത് നമ്മളിപ്പോൾ കുട്ടിക്ക് വയറിളക്കം ഉണ്ടെന്നല്ലായിരുന്നു പറഞ്ഞത്. അപ്പം ഇപ്പം വയറിളക്കോ ഛർദിയൊക്കെ കൊണ്ട് കുട്ടിയിലെ ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. ജലാംശത്തിന് കൂടെ ഉപ്പും പോകും. ആ ഒരവസ്ഥയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു സൊല്യൂഷനാണ് ഈ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക? അത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പാക്കറ്റുകളിൽ കിട്ടും. ഇനിയിപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിലാണ് നമുക്ക് വീട്ടിലും അത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് ഞാൻ പറഞ്ഞു തരാം. ORS ലൈനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ORS പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഇടുക. ശേഷം അതിലേക്ക് 200 ml വെള്ളം, അതായത് 1 ഗ്ലാസ് വെള്ളം ചേർക്കുക. തുടർന്ന് നന്നായി ലയിപ്പിക്കുക. ORS പാക്കറ്റ് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തിളപ്പിച്ചാറിയ 1 ലിറ്റർ വെള്ളം എടുക്കുക. 1 ലിറ്റർ വെള്ളം എന്നത് 6 ഗ്ലാസ് വെള്ളമാണ്. അതിൽ 6 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ലയിപ്പിക്കുക. നന്നായി ലയിപ്പിച്ച ശേഷം ഇത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. പിന്നീട് കുട്ടികൾക്ക് ആവശ്യാനുസരണം കൊടുക്കാം. അവൾക്ക് താഴെ ഒരു കുട്ടി കൂടി ഉണ്ട്, അവൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? അവൾക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ ഈ അളവുകളിൽ വ്യത്യാസമുണ്ട്. 2 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വീതം വരെ കൊടുക്കാം. 2 വയസ്സിന് മുകളിലാണെങ്കിൽ നമുക്ക് 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെ കൊടുക്കാം. പിന്നെ മുതിർന്നവർ നമ്മൾ 1 ഗ്ലാസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ പാല് കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് മുലപ്പാൽ തന്നെ കൊടുക്കുകയും ചെയ്യാം. ഇനിയിപ്പം അവൾക്ക് എന്തൊക്കെ ഫുഡാണ് കൊടുക്കാൻ പറ്റുക? അത് നമ്മൾ ഈ സമയത്ത് നല്ല വേവിച്ച ആഹാരങ്ങൾ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. വേവിച്ച കൊടുക്കാം, നമുക്ക് ഇഡ്ഡലി, കഞ്ഞി, അങ്ങനെ വേവിച്ച ആഹാരങ്ങൾ മാത്രം കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം.
അസുഖം എങ്ങനെ വരാതെ നോക്കും? അത് നമ്മൾ ശുചിത്വം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട്. നമ്മൾ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ജലശുചിത്വം, ഭക്ഷണ ശുചിത്വം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിത് തടയാൻ പറ്റും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ശരി, എന്നാൽ ഇത് ഫ്ലൂയിഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ORS കുടിക്കുന്നതോടൊപ്പം സാധാരണ വീട്ടിൽ ലഭിക്കുന്ന പാനീയങ്ങളായ ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഇളനീർ, കൂവവെള്ളം, ഉപ്പിട്ട നാരങ്ങ വെള്ളം, ഉപ്പിട്ട മോര് എന്നിവ കൊടുക്കാവുന്നതാണ്. പാനീയ ചികിത്സയോടൊപ്പം സിങ്ക് കഴിക്കുന്നത് വയറിളക്കത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതോടൊപ്പം അസുഖം വേഗത്തിൽ മാറാൻ സഹായിക്കുന്നു.